കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുഹമ്മദ് ഇയാസിന്റെ മരണത്തിന് കാരണമായത് ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് നാഷണൽ യൂത്ത് ലീഗ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബേഡകം തലൈക്കുന്നിലെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് INL സംസ്ഥാന സെക്രട്ടറി M. ഇബ്രാഹിം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കുട്ടിയുടെ രക്ഷിതാക്കളും ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ച് ചികിത്സാ പിഴവ് മൂലം മരണപ്പെടുകയില്ല. മുഹമ്മദ് ഇയാസ് എന്ന കുട്ടി ആ കുട്ടിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹനീഫ് ഹദ്ദാദ് അധ്യക്ഷത വഹിച്ചു. മൊയ്തീൻ കുഞ്ഞിക്കളനാട്, അസീസ് കടപ്പുറം, റഹീം പണ്ടിച്ചാൽ, KK അബ്ബാസ്, മൊയ്തു ഹദ്ദാദ്, അബ്ദുൾ റഹ്മാൻ കൊളവയൽ തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ദിഖ് ചെങ്കള, EL നാസർ, നൌഷാദ് ബള്ളീർ, നാസർ കാഞ്ഞങ്ങാട്, അഷ്റഫ് തുരുത്തി, ഷിഹാബ് പോപ്പി, ഷുക്കൂർ ഏരിയാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ബേഡകം തലയക്കുന്നിലെ അഷ്റഫ് സഖാഫിയുടെയും ബുഷയുടെയും മകൻ മുഹമ്മദ് ഇയാസാണ് ബുധനാഴ്ച ഉച്ചയോടെ മരണപ്പെട്ടത്. പൊക്കിളിൽ വീക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇയാസ്. ഡോക്ടർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.